കൈരളിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സൂപ്പർ കിഡ്സിലേക്ക് ഹാർദമായ സ്വാഗതം. പണ്ട് എന്റെ കൂടെ പഠിച്ച ഒരു ചങ്ങാതിയെ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടുമുട്ടി. എന്നെ കണ്ടതോടെ അവൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബുദ്ധിപൂർവ്വം ചിന്തിക്കുക, നല്ലത് ചിന്തിക്കുക, നന്നായി ചിന്തിക്കുക, മനോഹരമായി ചിന്തിക്കുക. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നിനക്ക് വിഷമമാണ്, ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്ന് പറഞ്ഞവൻ അങ്ങ് പോയി. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇവിടെ മാതാപിതാക്കളും ചിന്തിക്കുന്നുണ്ടാവും, തന്റെ മക്കൾ നന്നാവണം, നല്ലതാവണം, ബുദ്ധിയുള്ളവരാവണം, നന്നായി പഠിക്കണം, നന്നായി വളരണം. നമ്മൾ നോക്കുന്നതിനനുസരിച്ച് തിരിച്ച് നമ്മളെയും നോക്കണമെന്ന് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങൾ പൂവണിയട്ടെ, സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾ കുട്ടികൾക്കും എന്റെ നമസ്തേ. അമൃതവർഷിണി, ശ്രീലക്ഷ്മി, ഗൗരി, അനന്തകൃഷ്ണ. ഇന്ന് വന്നിരിക്കുന്ന തിലകങ്ങള്, പൂക്കള്, പുഷ്പങ്ങള് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല ഉടുപ്പൊക്കെ ഇട്ട്, നല്ല പൊട്ടൊക്കെ തൊട്ട്, നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇല്ലേ? പേര് അമൃതവർഷിണി. എന്റെ പേര് ഷാജനങ്കിള്. മോന്റെ പേര് അമൃതവർഷിണി. അമൃതവർഷിണി അല്ലേ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത്? LKG. എവിടെയാണ്? MES. മോന്റെ നാട് എവിടെയാണ്? വീട് എവിടെയാണ്? വീട് പാവങ്ങാട് കോഴിക്കോട്. അവിടെയാണ് അമൃതവർഷിണിയുടെ വീട്. ആരെയാ കൂടെ വന്നിരിക്കുന്നത്? അച്ഛന്റെ പേരെന്താണ്? കൃഷ്ണചന്ദ്രൻ. നല്ല പേരാണല്ലോ. സൂര്യനും ചന്ദ്രനും പോലെ കൃഷ്ണനും ചന്ദ്രനും. അമ്മയുടെ പേരാ? മിത്തു. അത് കൊള്ളാം. അച്ഛന്റെ പേര് കൃഷ്ണചന്ദ്രൻ, അമ്മയുടെ പേര് മിത്തു. അച്ഛന്റെയും അമ്മയുടെയും കൂടെയൊക്കെ എവിടെയൊക്കെ പോയിട്ടുണ്ട്? ബീച്ചിൽ പോകും. ഏത് ബീച്ച്? കോഴിക്കോട് ബീച്ചിൽ. അവിടെ എന്തൊക്കെയുണ്ട്? ചുങ്കത്ത് പോവും. അവിടെ എന്തൊക്കെയുണ്ട് കാണാൻ? ആമയുണ്ട്, മീനുണ്ട്, പിന്നെ തവളക്കുട്ടിയുണ്ട്. ഇത്ര ആൾക്കാരുണ്ട്. ഇവരൊക്കെ ആളുകളാണെന്നാണ് പറയുന്നത്. ആമക്കുട്ടി, തവളക്കുട്ടി, പിന്നെന്താണ് പറഞ്ഞത്? മീനുകള്. ബീച്ചിൽ പോയിരുന്നിട്ട് അച്ഛൻ വല്ലതും വാങ്ങിത്തരുമോ? എന്ത് വാങ്ങിത്തരും? ഐസ്ക്രീം വാങ്ങിത്തരും. അമ്മക്ക് ഇത് വാങ്ങിക്കൊടുക്കും? ഐസ്ക്രീം കുറച്ച് കൊടുക്കും. മോന് ഇഷ്ടം എന്താണ് ഏറ്റവും കൂടുതൽ? ഐസ്ക്രീമാണ്. എല്ലാ ദിവസവും ഐസ്ക്രീം തിന്നുവാ? ഒരു ദിവസം. അത് ഏത് ദിവസമാണ്? 2 ദിവസം. ഒരു ദിവസം മാത്രം ഐസ്ക്രീം തിന്നും. അത് ഏത് ദിവസമാണ്? 2 ദിവസം. ആ 2 ദിവസം ഏത് ദിവസവും? ഏത് ദിവസമൊക്കെയാണ് ഐസ്ക്രീം തിന്നുന്നത്? 2 ദിവസം തന്നെ. ചോറ് തിന്നുവാ, ഐസ്ക്രീം തിന്നുവാ? ഏത് തിന്നും? അമ്മയ്ക്ക് എന്താ ഇഷ്ടം കഴിക്കാൻ? ചോറാണ്. അച്ഛനാ? എല്ലാം ചോറാണോ? ചോറാണെന്നാ ചോറാണെന്നോ? ചോറ്. കറി എന്താണ് ഇഷ്ടം? കടലക്കറി. ചോറും കടലക്കറി ഉണ്ടെങ്കിൽ സന്തോഷമാണോ? ഇറച്ചി മീനും ഒന്നും ഇഷ്ടമല്ല? മീനൊന്നും കഴിക്കില്ല? ഇറച്ചി ഇഷ്ടമല്ല. എന്താ ഇറച്ചി ഇഷ്ടമല്ലാത്തത്? ഇറച്ചിക്ക് എല്ലുണ്ടാവൂലേ? ഇറച്ചിക്ക് എല്ലുണ്ട്. എല്ലുള്ളത് കൊണ്ട് ഇഷ്ടമല്ല. അപ്പൊ മീൻ കഴിക്കുവാ? മീന് മുള്ളില്ലേ? അമ്മ മുള്ളു മാറ്റിത്തരൂ. അമ്മ മുള്ളു മാറ്റിക്കൊടുക്കും. അതാണ് മീൻ കഴിക്കണത്. പച്ചക്കറി ഇഷ്ടമാണോ? എനിക്ക് പച്ചക്കറി ഇഷ്ടമല്ല. പച്ചക്കറി ഇഷ്ടമല്ല. പച്ചക്കറിയേ എനിക്ക് ഇഷ്ടമല്ല. എന്നാ വിറ്റാമിൻ A, B, C, D, U വരെ ഏതിനകത്താ ഉള്ളത്? പച്ചക്കറിയില. പച്ചക്കറി തിന്നാലേ വലുതാവുള്ളൂ. ടീച്ചർ ഇഷ്ടമാണോ? ടീച്ചറിന്റെ പേരെന്താണ്? സിന്ധു. സിന്ധു മിസ് പിച്ചു തല്ലു. ടീച്ചർക്ക് ഒരു ഹായ് പറഞ്ഞു. അച്ഛനും അമ്മയോ തല്ലു? തൊടൂല. നോണ പറയരുത്. എനിക്കറിയാം. പിണങ്ങിയിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ പറഞ്ഞിട്ടില്ല. നോണ പറയോ ഇയാള്? ഇത്രയും വലിയൊരു നുണ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നുണ പറയില്ലേ?
അച്ഛനും അമ്മയും കൂടി വഴക്കിടുവോ? വഴക്കിടൂല. ഇല്ല. ഇങ്ങനെയൊക്കെ പറയണമെന്ന് ആരാ പറഞ്ഞു തന്നത്? അച്ഛൻ. ഇതാണ് സത്യം. പിള്ളവായിൽ കള്ളമില്ല. കുട്ടികൾ സത്യം വിളിച്ചു പറയും ഇല്ലേ? അമൃതവർഷിണി ഇത്ര നേരം പറഞ്ഞതൊക്കെ എന്താണ്? സത്യ. അമൃതവർഷിണി ഇത്ര നേരം പറഞ്ഞതൊക്കെ ശരി. സെറി. സത്യാന്നല്ല, സെറി അല്ലേ? സെറിയാണ്. അപ്പൊ നുണ പറഞ്ഞിട്ടില്ല കൊച്ചി. പിന്നെ ഇച്ചിരി നുണ അല്ലേ? സമ്മതിക്കുന്നില്ല. ഒരു തരി പോലും നുണ പറഞ്ഞിട്ടില്ല. അപ്പൊ ഓക്കെ, നല്ല കുട്ടിയാണ്ട. അപ്പൊ ഒരു ശരിക്കാനേ നോക്കട്ടെ. ഇനി അടുത്ത ആരാണ്? തന്റെ പേര് രമ്യ, സിന്ധു, ജാനകി, ചിത്ര, ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. എവിടെ വീട്? കോവൂരി. കോവൂര് നല്ല സ്ഥലമാണല്ലോ. കോഴിക്കോട് നല്ല സ്ഥലമല്ലേ? കോഴിക്കോട് കോവൂരാണോ? ആരാ കൂടെ വന്നിരിക്കണത്? അമ്മ, അച്ഛമ്മ. ഒരു പഞ്ചായത്ത് മൊത്തം പോകുന്നുണ്ടല്ലോ. എല്ലാരും ഉണ്ടല്ലോ അപ്പൊ കൂടെ. അച്ഛന്റെ പേരെന്താണ്? മനീഷ്. അമ്മയുടെ പേരോ? ലിജി. അച്ചാച്ചന്റെ പേരോ? മോഹനായ? മോഹൻ നായർ. മോഹനായി എന്നാ കേൾക്കണത്. മോഹൻ നായർ. പിന്നെ ആരാ വന്നിരിക്കണത്? അച്ഛമ്മയുടെ പേരെന്താണ്? വസന്ത. സാധാരണ കുട്ടികളോട് അപ്പൂപ്പന്റെ അമ്മമ്മയുടെ പേര് ചോദിച്ചാൽ പറയാറില്ല. പക്ഷേ ശ്രീലക്ഷ്മി അപ്പൂപ്പന്റെ പേര് പറഞ്ഞു, അമ്മമ്മയുടെ പേര് പറഞ്ഞു. ടീച്ചറിന്റെ പേരെന്താണ്? തങ്കമണി മിസ്. കണ്ണൂരിട്ടുവാ. എങ്ങനെയാണ്? തല്ലോ, അടിക്കോ, പിച്ചോ, ഒന്നും പറയില്ല. നല്ല മിസ്സാണ്. ഞാൻ കേട്ടത് ഇടക്ക് അടിക്കാറുണ്ട്, തല്ലാറുണ്ട്, പിച്ചാറുണ്ട് എന്നൊക്കെ കേട്ടല്ലോ. അപ്പൊ എന്നോട് അച്ഛനും അമ്മയും പറഞ്ഞല്ലോ ഇടക്ക് അടിക്കുള്ളൂന്ന്. ശ്രീലക്ഷ്മിക്ക് അടി കിട്ടിയിട്ടില്ലേ? ചീത്ത പറയും തങ്കമണി മിസ്. എന്തെന്നാ പറയാ? ചീത്ത പറയുമ്പോ തങ്കമണി മിസ് ചീത്ത പറയുമ്പോ എന്തെന്നാ പറയുന്നത്? എന്താ വികൃതി കാണിക്കുമ്പോ തങ്കമണി മിസ് എന്ത് പറയും? അമ്മ വന്നാ പറഞ്ഞു കൊടുക്കും. അമ്മ വന്നാ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോ, അത്രേ ഉള്ളൂ. ഇതാണ് ചീത്ത പറയല്. അമ്മ അടിക്കും. അമ്മ കൂടിയതാ. വീട്ടിൽ ആരാണ് ഏറ്റവും കൂടുതൽ കൂടിയതാരാണ്? പാവം പിടിച്ച അച്ചാമ്മ. അച്ചാമ്മ വെറുതെ പഞ്ചപാവമായിട്ട് അവിടെ ഇരിക്കണത്. അപ്പൊ പറഞ്ഞ അമ്മയാണ് പുലി എന്ന് പറഞ്ഞു. വീട്ടിൽ പുലി ആരാണ്? അച്ഛൻ പുലി. അപ്പൊ അമ്മയാ? അമ്മ സിംഹം. സിംഹമാണ് രാജാവ്. കാട്ടിൽ പുലിയാണ് സിംഹം എന്നൊക്കെ ആരെങ്കിലും പറയുമോ? അമ്മ കാട്ടിലേക്ക് പോകും. അമ്മ കാട്ടിൽ പോവോ? അമ്മ എന്തിനാ കാട്ടിൽ പോണ? അവിടെ കാണണ്ട. അതെന്തിനാ കാട്ടിൽ പോണത്? അമ്മ സിംഹമായോണ്ട്. അമ്മ സിംഹമാണ്. അമ്മ സിംഹമായതുകൊണ്ട് അമ്മ കാട്ടി പോകും. അപ്പൊ അച്ഛൻ പിന്നെ എന്തിനാ വീട്ടിൽ നിൽക്കണത്? അച്ഛനും പോയിക്കൂടെ? അച്ഛൻ പുലിയല്ല. അച്ഛൻ സിംഹത്തിന്റെ കൂടെ പോകും. സിംഹം കാട്ടിലേക്ക് പോകുമ്പോ സിംഹത്തിന്റെ പുറകെ പുലിയും പോവും. അപ്പൊ വീട്ടിൽ ആരുണ്ടാകാറുണ്ട്? വീട്ടില് അച്ഛമ്മ. അച്ഛമ്മ എന്താണ് വീട്ടില്? പൂച്ച. അച്ഛമ്മ പൂച്ച. അച്ചാച്ചന കുട്ടിയാ. അച്ഛൻ കുട്ടിയാ, അമ്മമ്മ പൂച്ചയും. രണ്ടുപേരും വീട്ടിൽ തന്നെ കാണും. പക്ഷെ അച്ഛനും അമ്മയും സിംഹവും പുലിയാ. സിംഹത്തിന്റെയും പുലിയുടെയും ക്രൂര പീഡനത്തിന് ഇരയാകാതെ പൂച്ചയുടെ അടുത്ത് പോയിരുന്നോളണം. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, ശ്രദ്ധിച്ചു നടന്നോളണം. ഞാൻ ഇനി പറഞ്ഞാലേ ഉണ്ടാവില്ല എപ്പോഴും കേട്ടാ.